ശ്വേതയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കമന്റുകൾ എന്തോ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ അതിനൊക്കെ ശ്വേത എന്താ പൊതുവെ എപ്പോഴും കൊടുക്കാറുള്ള ഒരു മറുപടി? നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങന്മാരും ആരും ഇല്ലേ, വണ്ണമുള്ള ആൾക്കാർ ആരും ഇല്ലേ? ഒരു ലിമിറ്റ് പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വെറുത്തു പോകത്തില്ലേ ഓരോ കാര്യങ്ങൾ. Then I started thinking, സുഖമില്ലാത്ത ഒരാളാണ്, ദാറ്റ് ഇസ് വൈ ഈസ് കമന്റിങ്, ലെറ്റ് ഇറ്റ് ബി, ഫ്രസ്ട്രേഷൻ തീർത്തിട്ട് പോട്ടെ. ചേട്ടൻ്റെ ചാനലിന്റെ വീഡിയോസിൽ താഴെ വന്നിട്ട് ഒരു തടിച്ചിയാണ് കെട്ടിരിക്കുന്നത്, ഇതാണ് അതാണ്. ആദ്യം ചേട്ടൻ ഒരു വീഡിയോ ചെയ്തതുമാണ്, അതിൽ ഞാൻ കരയുകയും ചെയ്തതാണ്. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ പിന്നെ 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 ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് പിറ്റി ഓൺ ദ പീപ്പിൾ ഹു ഡു ദാറ്റ്. എൻ്റെ ചാനലിന് താഴെ ഒരാൾ വന്നിട്ട് പച്ച മലയാളത്തിൽ തെറി, പാ പീ പൂ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വിളിച്ച്. സോ ഐ ഹാഡ് ടേക്കൺ സ്ക്രീൻഷോട്ട്സ് ആൻഡ് ഐ ഹാഡ് കംപ്ലീറ്റ്. ഇയാൾക്കെതിരെ ഭയങ്കരമായി പ്രതികരിക്കണം എന്ന് തോന്നിപ്പിച്ചത് എന്തായിരുന്നു? കേസൊക്കെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടും വീണ്ടും ഇറ്റ് വാസ് ദെയർ. ബട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് നിർത്തും, പിന്നെ വീണ്ടും തുടങ്ങും. ഇപ്പൊ നമ്മൾ വീണ്ടും കേസ് കൊടുക്കാൻ കാരണം ഓവർ ദ ഹെഡ് പോയി. നിങ്ങൾക്കറിയാം, ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ടോക്കിംഗ് അബൌട്ട് ദിസ്. അത് കഴിഞ്ഞിട്ടും 2 ദിവസം മുമ്പ് വരെ ദാറ്റ് ഗൈ സ്റ്റിൽ മെസ്സേജിങ്, കീപ്പിംഗ് ഓൺ പുട്ടിംഗ് മീൽസ്. അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് നമുക്ക് പിന്നീട് വന്ന സൈബർ ബുള്ളിങ്ങിന് കുറച്ച് കുറവുണ്ടോ? നോ, ഇല്ലേ?